ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് സദ്യയ്ക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് പൈനാപ്പിൾ ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ, ഒരു 4 പച്ചമുളക്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്കിത് വറുത്തിടുന്നതിനാവശ്യമായിട്ട് ചുവന്ന മുളക്, വറ്റൽമുളക് എന്ന് പറയും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായി ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ച 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ ഏകദേശം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 മുറി തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. അത് നമുക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് കൂടി ചേർക്കാം. കടുക് പച്ചയ്ക്ക് അരയ്ക്കുന്നതാണ് പച്ചടി, കടുക് ചേർക്കാതെ അരയ്ക്കുന്നത് കിച്ചടി. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കടുക് പച്ചയ്ക്ക് അരയിച്ച് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർക്കാം. തൈര് ചേർത്തി അരച്ചാൽ മതിയാവും, പച്ചവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ തൈര് ചേർത്തിയാണ് അരയ്ക്കുന്നത്. അപ്പം ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം നോക്കി, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെ തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്താണ് അരച്ചത്. അപ്പോൾ അതിൻ്റെ പാകം നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഉപ്പ് നോക്കി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് മധുരം ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറേശ്ശെയായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായി കത്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് തേങ്ങ അരച്ച് ഒഴിച്ചത് നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. പിന്നീട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തായി ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്കൊരു 2-3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ശേഷം 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർക്കാം. ഇത് ചേർത്തി കഴിഞ്ഞ് ഇതൊരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ചേർത്തിയതും നിങ്ങൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രം ഇളക്കാം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ച് മഞ്ഞ കളർ ആവശ്യമാണെങ്കിൽ നമ്മൾ പൈനാപ്പിൾ വേവിക്കുമ്പോൾ തന്നെ അതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട്
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഒപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.